ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ 4 മണി ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇനി മല്ലിയില കൂടി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പിഞ്ചോളം വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു പൊടികളും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ കൊടുത്തയക്കാനും അതുപോലെ തന്നെ സ്കൂളിട്ട് വരുന്ന സമയത്ത് കഴിക്കാനും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെങ്കിൽ പോലും പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പൊടികൾ എന്തെങ്കിലും എരിവിനായിട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെറും പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അധികം എരിവൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചോളം വരുന്ന മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ബ്രെഡൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ബ്രെഡ് ഒരു ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ഗ്ലാസ് എല്ലാവരും വീട്ടിലും ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ 8 പീസ് ബ്രെഡും ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ആക്കി വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് നിറച്ച് വെക്കേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ബ്രെഡ് അമർന്ന് വരില്ല. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്നത് ചെറിയ ബ്രെഡാണ്. അതുപോലെ ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, പുതിയ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പഴയ ബ്രെഡ് ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡാണെങ്കിൽ നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാകുമ്പോൾ ഒന്നിങ്ങനെ ഉണങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അത് ഇവിടെ 4 എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 പീസ് ബ്രെഡ് കൊണ്ട് നമുക്ക് 4 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓയിലാണ് ഉള്ളി വാട്ടിയതെങ്കിൽ ഓയിൽ എടുത്തോളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടിയതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയുടെ മിക്സിലൊന്ന് സൈഡൊക്കെ ആദ്യം ഒന്നിങ്ങനെ മുക്കി കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ടാണ് എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡ് ഭാഗം ആദ്യം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് 2 എണ്ണം ആദ്യം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് 2 എണ്ണം തയ്യാറാക്കിയെടുക്കാം. പാനിൽ അധികം വലിപ്പമില്ലാത്തതുകൊണ്ടാണ് 2 എണ്ണം വീതം ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. വലിയ പാനൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ 4 എണ്ണവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
വിട്ട് കൊടുത്ത ഉടനെ തന്നെ തിരിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരുപാട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിവിടെ ആദ്യം ഇട്ട് 2 ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നമ്മുടെ സ്നാക്ക് മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.